Students, English literature class, standard 7, lesson 9, the story of my life, second part. I think we are the last class discussing about Helen Keller's life. Up to this, the coming of new teacher. She wishing to help somebody either rather than her mother and father. So actually, no at the time she has reached the age of 7. Her disease started at the age of first. That means 7 years gone. So we are stop here and start from here. The most important day I remember in all my life is the one on which my teacher, Anne Mansfield Sullivan, come to me. I get filled with wonder when I consider the immeasurable contrast between the two lives which connect. I was 3rd of March 1987, 3 months before. I was even 7 years old. എനിക്ക് 7 വയസ്സാകാൻ 3 മാസം പുറകിൽ നിൽക്കുമ്പോൾ 1887 മാർച്ച് മാസം 3-ാം തീയതിയാണ് ആൻസ് മാൻസ്ഫീൽഡ് സുളിവാൻ എന്ന് പറയുന്ന ടീച്ചർ എന്നെ പഠിപ്പിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഇന്നത്തെ ഞാനായി തീരാനായിട്ട് കാരണക്കാരിയായിരുന്നു ഈ ടീച്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ചില ടീച്ചർമാരോട് കൂടുതൽ വാത്സല്യം. നിങ്ങൾക്ക് പറഞ്ഞു തരികയും നിങ്ങൾ മിടുക്കരാക്കുകയൊക്കെ ചിലപ്പോൾ അമ്മയും അച്ഛനേക്കാൾ കൂടുതൽ സ്നേഹമുള്ളവർ കാണും. അപ്പോൾ ഇവിടെ ഹെലൻ കെല്ലർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ദിവസം, ഞാൻ ഒരിക്കലും മറക്കാത്തത്. കൃത്യമായിട്ട് ആ ഡേറ്റ് 1887 മാർച്ച് മാസം 3-ാം തീയതി ആണ് ആൻ സുളിവാൻ എൻ്റെ ടീച്ചറായിട്ട് വന്നത്. On the classroom, afternoon that eventually I stood on the porch, dumb, expectant and duster, walking from my mother's side and from the hurrying to go and fro in the house by something unusual was about to happen, so I went to the door and walked down the step. The afternoon sun penetrated the mass of honeysuckle that covered the porch and fell on my upturned face. My fingers being quiet lingered almost unconsciously on the familiar leaves of the blossoms, which had just come for to breathe and sweet, sorry spring. I did not know what the future held of marvel or surprise for me. Anger and bitterness had played upon my continually. For weeks and a deep languor had succeeded this passionate struggle. ഞാൻ എന്തോ വീട്ടിൽ പുതുതായി സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കി എൻ്റെ അമ്മയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോ നോട്ടം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു. മാത്രമല്ല നിങ്ങളുടെ വീടിന്റെ പോർച്ചിലേക്ക് സൂര്യപ്രകാശം വെച്ചപ്പോൾ പൂമ്പൊടിയുണ്ട് എത്തിയിരുന്ന എൻ്റെ ഫ്രാഗ്രൻസ് മണമെത്തി. അതുപോലെ എനിക്ക് ഒരുപാട് നിരാശകളും ഉണ്ടായിരുന്നു. എനിക്ക് വെയിൽ കാണുന്നതും പൂക്കളെ കാണുന്ന പോലെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ മൊത്തത്തിലൊരു അൺകോൺഷ്യസ് ലെവലായിരുന്നു. കേൾക്കാനും മേല, പറയാനും മേല, മിണ്ടാനും മേല, ഒന്നും മേലാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ ഐ ഡിഡ് നോട്ട് നോ വാട്ട് ദി ഫ്യൂച്ചർ, എന്തായിരിക്കും ഭാവി എന്നതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ ആകെ കൂടെ ലംഘു ഉള്ള വാക്കുകളുണ്ട്. ലംഘു മടി പിടിച്ചു, അതായത് ഒന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ലാതിരിക്കുന്ന ഒരു സമയമാണ്. Have you ever been at seeing the dense fog? ഡെൻസ് ഫോഗ് എന്ന് പറഞ്ഞാൽ കടലിന് മുകളിൽ കട്ടിയായ മഞ്ഞ് വെള്ളം നീരാൻ വേണ്ടി നിൽക്കുന്നത് നമ്മൾ കല്ല് കാണാൻ മേലാത്ത രീതിയിൽ. When it seemed as if a tangible white darkness shut you in, and the daily ship tense and anxious grouped away towards the shore with the plumage and sounding sled, and you waited with the beating heart for something to happen. അങ്ങനെ കട്ടി മഴവേഗങ്ങൾ കടലിൽ നിന്ന് കഴിഞ്ഞാൽ കടലിൽ കൂടെ ഒരു ഷിപ്പിന് വലിയ പ്രശ്നമാണ്, കര കാണാനായിട്ട് പറ്റാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അത് മാറാനായിട്ട് ആഗ്രഹിക്കും. അതുപോലെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. I was like that ship
before my education began only I was without a compass or sounding lead and had no way of knowing how near the harbor was. So light give me light was the wordless cry of my soul, and the light of love shone on me in the way. അതുപോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. കപ്പലുകാരന് കര ഘടിപ്പിക്കണം, പക്ഷേ കോമ്പസ് കയ്യിലുണ്ട്, പക്ഷേ കര കാണാൻ പറ്റില്ല. കര കാണാൻ പറ്റുന്നത് എങ്ങോട്ടേ ഘടിപ്പിക്കണം. ഇതുപോലെയാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ലൈറ്റ് ബിന്നി ലൈറ്റ്, വെളിച്ചമേ നയിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകിയാൽ. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഈ കരയിൽ കിട്ടണമെന്നുണ്ട്. കരയിൽ കിടക്കുന്ന കപ്പലിനെ പോലെ, കപ്പലിനെ കോമ്പസ് വഴി കാണിക്കും, പക്ഷേ കര കാണാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ വിശേഷത്തിലായിരുന്നു എൻ്റെ ജീവിതം. I felt approaching 4 steps. I stretched out my hand as supposed to. My mother's hand took it. I was caught up and held close in the arms of her who had come to reveal all things to me and more than all things else know to love me. ഞാൻ എപ്പോഴും സ്നേഹവും സൗകുമാരിയും ഒക്കെ അനുഭവിച്ചത് എൻ്റെ അമ്മയുടെ കയ്യിലാണ്. അമ്മയുടെ കൈകളിലേക്ക് ചെല്ലുമ്പോൾ അമ്മ എന്നെ പിടിക്കുന്നതും തലോടുന്നതും ഒക്കെ, അമ്മ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല, ഞാൻ ഒന്നും പറയത്തുമില്ല. അമ്മയ്ക്ക് മനസ്സിലാകുന്നത് എൻ്റെ ആംഗ്യങ്ങളിലൂടെയാണ്. അപ്പോൾ എൻ്റെ ആംഗ്യങ്ങളിൽ നിന്നാണ് അമ്മ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സ്നേഹവും അനുഭവിച്ചത് അമ്മയുടെ കയ്യിലേക്ക്. The morning after my teacher came, she led me into her room and gave me a doll. ടീച്ചർ വന്ന ദിവസം ടീച്ചർ എന്നെ ടീച്ചറിന് കൊടുത്ത മുറി, താമസിക്കാൻ കൊടുത്ത മുറി, ടീച്ചർ ഫുൾ ടൈം എന്നോടൊക്കെ താമസിച്ച് പഠിപ്പിക്കാനായിട്ടാണ് ആൻഷലി പറഞ്ഞത്. ടീച്ചറിന്റെ മുകളിൽ എന്നെ കൊണ്ടുപോയിട്ട് എനിക്കൊരു ഡോളിനെ തന്നു. The little blind children at the Parkinson Institute had sent it and Laura Brickman had dressed it, but I did not know this until afterward. കണ്ടോ, ആ പെർക്കിൻസൺ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അവിടുത്തെ അന്ധയായ കുട്ടികളാണിത് ഇതുണ്ടാക്കിയത്. അതിനെ അണിയിച്ചൊരുക്കി ലോറ ബ്രിഡ്ജ്മാൻ പറയുന്നു, നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് ആണ് എനിക്ക് തന്നത്. വേറെ ഒരാൾ പേടി വിത്തിട്ട് ലിറ്റിൽ വായി, ഞാനതിനെ അവിടെ വെച്ചു. സുലിവാൻ സ്ലോലി സ്പെൽഡ് ടു മൈ ഹാൻഡ് ദ വേർഡ് ഡോൾ. അതിനെ എൻ്റെ കയ്യിലോട് തന്നിട്ട് എന്നോട് പറഞ്ഞു ഡോ. ഈ ഡോളിനെ എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു ഡോ. ഞാൻ Miss Sullivan slowly smelled into my hand the word doll. I was at once interested in this finger play and tried to imitate. അവർ പറഞ്ഞതുപോലെ, കാരണം ഞാനിങ്ങനെ, പക്ഷെ എനിക്ക് പറയാൻ അറിയത്തില്ല. അവർ ടീച്ചർ പറഞ്ഞ ശബ്ദം കേൾക്കാനും പറ്റില്ല. അതുകൊണ്ട് ടീച്ചർ ആക്ഷൻ കാണിച്ചു, ഞാനും അതുപോലെ ആക്ഷൻ കാണിച്ചു. I was at once interested in this finger play. കണ്ടോ, ഈ ഫിംഗർ പ്ലേ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷെ എനിക്കൊന്നും പറയാനും മനസ്സിലാകുന്നു, എനിക്ക് കേൾക്കാൻ പറ്റില്ല. I finally succeeded in making the latest correct. I was flushed with childish pleasure and pride. എന്തായാലും കുറച്ച് നേരത്തെ ശ്രമം കൊണ്ട് ഞാൻ ഡോളെന്ന് പറയാനായിട്ട് പഠിച്ചു. അതെനിക്ക് വലിയ സന്തോഷമുണ്ടായി. Running downstairs with my mother, I held up my hand and made the letters for doll. I did not know what I was telling a word or when that words existed. ഇങ്ങനെ വാക്കുകൾ കൊണ്ടാണ് ഈ സാധനങ്ങൾ കൊണ്ടാണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഈ ടീച്ചർ വന്നതിന് പിന്നെ ഞാനത് I was simply making my finger going monkey like this. കുരങ്ങ് കാണിക്കുന്നതാണ് ഞാൻ വെല്ലുവിളി കൊണ്ട് കാണിക്കുന്നത്. In the days that followed, I learned spelling to this uncomprehending way, a great many words among them pin, heart, cup, few words like sit, stand, walk. ഇതെല്ലാം ഞാൻ ഈ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു. ടീച്ചർ എന്നെ പഠിപ്പിച്ചു. My teacher had been with me several weeks before I understand then everything has a name. ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയ ഓരോ സാധനത്തിനും ഓരോ പേരുണ്ട്. ഇപ്പൊ ഡോൾ എന്നാണ് ഇതിന്റെ പേരുണ്ട്, ഹാർട്ട് എന്നാണ് ഇതിന്റെ പേരുണ്ട്, ഡ്രസ് എന്നാണ് ഇതിന്റെ പേരുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചത് ആഴ്ചകൾ കൊണ്ടാണ്. One day while I was playing with my doll, Sullivan put my big rag doll into my lap also, spelled doll, and tried to make me understand that the doll applied to both. Every day we had
a tassel over the words mug, water. Sullivan had tried to impress it upon me that mug is mug and water is water. But I persisted in confounding the two. In depth she had dropped the subject for the time only to renew it at the first opportunity. I became impatient at her repeated attempts and seizing the new dog I dashed it upon her. അപ്പോൾ ഞാൻ എൻ്റെ ഡോളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൊണ്ട് എൻ്റെ മടിയിൽ കൊണ്ട് ഡോള് കൊണ്ടിട്ട് വീണ്ടും എന്നെ ഡോള് കൊണ്ട് വളർത്തിക്കാൻ ശ്രമിച്ചു. കൂടുതൽ ശ്രമിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നെ കൂടുതൽ നിർബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഡോള് നിലച്ചു ഈ ദേഷ്യം ഐ ഡാഷ് ഇറ്റ് നിരത്തി വിടുന്ന ഡോൾ എന്നെ എറിഞ്ഞപ്പം ആഞ്ഞു വരുന്നത് പൊട്ടിച്ചത് കഷ്ണങ്ങളായി. I was feeling delighted when I felt the fragments of the broken doll at my feet. Oh, ഇതെല്ലാം പീസായി. Neither sorrow nor regret followed my passionate outburst. എനിക്ക് കരച്ചിലാണോ അതോ സോറിയാണോ ഒന്നും അറിയത്തില്ല. ഐ ഹാഡ് നോട്ട് ലവ് ദ ഡോൾ. ആ ഡോള് താഴെ പോയി പൊട്ടിയതിൽ എനിക്ക് അതെൻ്റെ സ്വന്തം ഡോളാണ്. എനിക്ക് വലിയ സങ്കടമാണ്. In the still dark world in which I lived, there was no strong sentiment or tenderness. I felt my teacher seek the fragments to the one side of her, and I had a sense of satisfaction that the cause of my discomfort was removed. She taught me my heart, and I knew I was going into the warm sunshine. This thought, it was a worldly sensation, maybe called a thought, made me hope and skip with the pressure. അപ്പോൾ എനിക്ക് ഡോള് താഴെ പോയി പൊട്ടിക്കഴിയുമ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു ടീച്ചർക്ക് മനസ്സിലായി. ടീച്ചർ എൻ്റെ പ്രയാസം മാറ്റാൻ വേണ്ടി കൈ നീട്ടി ഞാൻ ടീച്ചറിൻ്റെ കയ്യെ പിടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്നെ സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് മനസ്സിലായത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. We walked down the path into the well house, attracted by the fragrance of the honeysuckle which was covered. ഞങ്ങൾ നടക്കാവുന്ന പാത്തിക്കൂടെ കല്ല് പാത്തിക്കൂടെ പോയി. അപ്പോൾ അവിടെ എല്ലാം ഫ്രാഗ്രൻസ് ഓഫ് ദി ഹണിസക്കൽ, പൂമ്പൊടിയുടെ മണം, പൂ വിരിയുമ്പോൾ ഉണ്ടാകുന്ന പൂമ്പൊടി. അവിടെ എനിക്ക് വലിയ സന്തോഷമാണ്. Someone was blowing water. My teacher placed my hand under the spout. പെട്ടെന്ന് പൈപ്പിൽ പുറത്തെ പൈപ്പിൽ കൊണ്ടുപോയി വെള്ളം തുറന്നു ഒരു കൈ ഇങ്ങനെ കാണിച്ചു. കയ്യിലോട്ട് വെള്ളം വീണ് ഭയങ്കര സന്തോഷിച്ചു. ഒരു ടീച്ചർ എൻ്റെ കൈ പിടിച്ച് വെള്ളത്തിനകത്ത് പിടിച്ചു. ആ സ്റ്റെപ്പിൽ പെട്ടെന്ന് ആ വെള്ളത്തിൻ്റെ തണുപ്പ് എൻ്റെ ദേഹത്തേക്ക് വന്നപ്പോൾ എൻ്റെ ആത്മാവിന് വലിയ സന്തോഷം. ആൻഡ് ഷീ സ്പ്രെഡ് വിത്ത് ദ വാട്ടർ. എന്നിട്ട് എന്നോട് പറഞ്ഞു വാറ്റർ. ഞാനും പറയാൻ ശ്രമിച്ചു വാറ്റർ. ഞാനെനിക്ക് കാരണം എനിക്ക് ആ വാട്ടറിൻ്റെ അനുഭവം ഉണ്ടായി. സ്ലോലി ആൻഡ് റാപ്പിഡ്ലി വീണ്ടും I stood with my whole attention fixed upon the motion of her fingers. Suddenly I felt a misty consciousness of something forward, a thrill of returning thought, and somehow the mystery of language was revealed. അങ്ങനെ ഞാൻ ഭാഷയെക്കുറിച്ച് പഠിച്ചു. അപ്പം എന്നെ വെള്ളത്തിന് മുന്നിൽ കൊണ്ടുപോയി കൈ പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് വാട്ടറിൽ വന്നു. ഞാനിങ്ങനെ വെള്ളം എന്നെ കണ്ടുപിടിക്കുന്നത് നോക്കി. അപ്പോൾ ആ ഫിംഗറിലോട്ട് വന്ന് വെള്ളം വീഴുമ്പോൾ അനുഭവം, ആ പ്രഷർ, അങ്ങനെ ഞാൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തുടങ്ങി. വാട്ടറിന് പല പ്രാവശ്യം പറഞ്ഞു. And the something that following my hand, the living word opened my soul. ഈ വെള്ളത്തിന്റെ ആ കയ്യിൽ വെള്ളിയത് വെള്ളം ചൂട് സമയത്ത് വെള്ളം നേരത്തെ കയ്യിലൊക്കെ എല്ലാവർക്കും സന്തോഷം. തണുത്തിരിക്കുമ്പോൾ വലിയ ചൂട് സമയത്ത് വെള്ളം കണ്ടാൽ വെള്ളത്തിൽ ഒരു ചവിട്ടിയാൽ ചവിട്ടുകൊണ്ട് പോകും. അപ്പൊ ഇത് എൻ്റെ ആത്മാവിനെ തൊട്ടുണർന്നു. എനിക്ക് ഭയങ്കര സന്തോഷം, അനുവദനീയമായ സന്തോഷം. The field there was barriers to it, is true, barriers that put the time is sector. ഇന്ന് വരെ എനിക്ക് ഒരു വേലിക്കെട്ടുകളുണ്ടായിരുന്നു, ഭാഷയുടെ വേലിക്കെട്ടുകൾ. എനിക്ക് വസ്തുക്കളെ കുറിച്ച് അറിയത്തില്ല, അവരുടെ പേരറിയത്തില്ല. അമ്മ പറയുന്നത് മാത്രമേ അറിയുള്ളൂ. അമ്മയുടെ മുഖം നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യം മനസ്സിലാക്കി. ഇന്ന് എനിക്ക് ഡൈലിയായിട്ട് ഓരോ സാധനങ്ങൾ മുന്നിൽ കൊണ്ടുപോയി വസ്തുക്കളുടെ പേര് പറഞ്ഞു. ഞാൻ പലതും പറയാൻ ശ്രമിച്ചു, ഓർക്കാൻ ശ്രമിച്ചു. പലതും എനിക്ക് വീണ്ടും പറയാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം. I felt the well how eager to learn everything had a name and each name give back to me. ഞാൻ അവിടെ മനസ്സിലാക്കി ഓരോന്നിനും ഓരോ പേരുണ്ട്. അപ്പം അമ്മയ്ക്ക് പേരുണ്ട്, അച്ഛന് പേരുണ്ട്, ടീച്ചർക്ക് പേരുണ്ട്, ഡോളിന് പേരുണ്ട്, വാട്ടറിന് പേരുണ്ട്, മഗ്ഗിന് പേരുണ്ട്, ഹാറ്റിന് പേരുണ്ട്. ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ടീച്ചർ എനിക്ക് പേര് കൊടുക്കാറുണ്ട്. ഞാനതെല്ലാം ഓർത്തിരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവയെ അത് വെച്ച് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ ഓരോന്നിനും പേരുണ്ട്, ഓരോന്നിനെ തൊട്ട് കാണിച്ചു. ദാറ്റ് വാസ് ബിക്കോസ് ഐ saw everything with the strange new. മറ്റെല്ലാം ഞാൻ ഒരു അപരിചിതമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്.
On entering the door, I remembered the door I had broken. I felt my way to the brink and picked up the pieces. I tried to vainly to put up them together. Then my eyes filled with tears, for I realized that I had done, and for the first time I felt repentance and sorrow. ഞാൻ തിരിച്ച് മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ പാവയുടെ കഷ്ണങ്ങൾ കിടക്കുന്നതാണ്. എനിക്കതെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്, സങ്കടം വരും. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് പശ്ചാത്താപത്തിൽ ഞാൻ ആ കഷ്ണങ്ങളെല്ലാം കയറി എടുത്തിട്ട് വീണ്ടും ഡോളാക്കാനായിട്ട് ശ്രമിച്ചു. I learned a great many new words that day. I did not remember what they were all, but I did not mother, father, sister, teacher, players among them. എനിക്ക് മനസ്സിലായി അപ്പനും അമ്മയും സഹോദരനും ടീച്ചറും എൻ്റെ അടുക്കലുള്ള ആളുകളാണ്. ഓരോരുത്തർക്ക് ഓരോ കാര്യം, അമ്മയ്ക്ക് അമ്മ എന്ന് പറയും, അപ്പൻ എന്ന് പറയും, ടീച്ചർ എന്ന് പറയും, എല്ലാം ഞാൻ മനസ്സിലാക്കി. Words later make the word also for me, like Aaron's rod with the powers. ഇത് ബൈബിളിൽ എടുത്ത ഒരു കൊട്ടേഷനാണ്. ലൈക്ക് ആറോൺസ് റോഡ് വിത്ത് പവേഴ്സ്. ബൈബിളിലെ എക്സോഡസ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ബൈബിളിലെ സെക്കൻഡ് ബുക്കാണ്. ഫസ്റ്റ് ജനസിസ്, സെക്കൻഡ് എക്സോഡസ്. മലയാളത്തിൽ പുറപ്പാട്. മൂശ ദീർഘദർശിയുടെ നേതൃത്വത്തിൽ 6,25,000 ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പലസ്തീനയിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. മൂശയെ കൊണ്ടുപോകുന്നത്. ആ പോകുന്ന വഴിക്കാണ് അവർക്കൊരു മഹാപുരുഷൻ, മൂശയുടെ സഹോദരൻ, മൂത്ത സഹോദരൻ ആണ് മലയാളം അഹറോൻ, ഇംഗ്ലീഷിൽ ആറോസ്. ഈ ആറോന് ദൈവം വലിയ ശക്തി കൊടുക്കും. അദ്ദേഹത്തിന് ഒരു വടിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സഭയിലെ മെത്രാച്ചന്മാർ, തിരുമേനിമാരൊക്കെ പണിയുന്നത് അവരുടെ അംശവടി. ആ അംശവടിയിൽ ഒരു സർപ്പം ഇങ്ങനെ വളർന്നിരിക്കും. ആ സർപ്പത്തിന് നടുക്ക് ചെറിയ ശ്രീമയുണ്ട്, ഇങ്ങാപ്പുറത്ത് അതിൻ്റെ നടുക്കൊരു വലിയ ശ്രീമ നിൽക്കും. രണ്ട് സർപ്പം ഇങ്ങനെ നിൽക്കും. അതായത് അഹറോന്റെ തളർത്ത വഴികൾ. അഹറോന്റെ ഈജിപ്തിലെ ഹർവ രാജാവിന്റെ മന്ത്രവാദികളെ വിളിച്ചപ്പോൾ അവരെല്ലാം വടിയ സർപ്പമാക്കുന്നു. അപ്പോൾ അഹറോന്റെ വടി കയ്യിൽ നിന്ന് വടി എടുത്തിട്ടപ്പോൾ അത് സർപ്പമായിട്ട് തിരിച്ച് അതെടുത്തിരിക്കുമ്പോൾ അത് വീണ്ടും തളർന്നു. ആ കമ്പ് കഷ്ണം തളർത്തൊരു മരമായി, ഒരു ബദാം മരമായിരുന്നു. പക്ഷേ ഫറവോ രാജാവിൻ്റെ മന്ത്രവാദികൾക്കൊന്നും വലിയ പിടിച്ച് മരമാക്കാൻ പറ്റില്ല. ഇങ്ങനൊരു സംഭവമാണ് ഒരുപാട് പുസ്തകത്തിൽ ഉണ്ട്. ഇതാണ് ഈ കിഴക്കെല്ലാം പറഞ്ഞിട്ടുള്ളത്. അഹറോന്റെ തളർത്തും ഇതാണ് ഞങ്ങൾ തിരുമേനിമാരുടെ കയ്യിരിക്കുന്ന വടി, അംശവടി. അപ്പോൾ അത് എല്ലാ മന്ത്രവാദികളുടെ കയ്യിലും ഒരു ഗണ്ടിരിക്കും, ശിവന്റെ കയ്യിലുണ്ട് ശൂലം. അപ്പോൾ ഈ ദണ്ഡനാണ് ആറോസ് റോഡ് വിത്ത് പവേഴ്സ്. അതായത് മരമായി, ബദാം മരമായിട്ട് മാറി അഹറോന്റെ വഴി, അഹറോന്റെ തളർത്ത വഴി. അതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇവരെല്ലാം ഭയങ്കര ദോഷമായി പുഷ്പിച്ചു. അമ്മ, അച്ഛൻ, ടീച്ചർ, സഹോദരൻ എല്ലാം ഇതിൻ്റെ കൂടെയുണ്ട്. അവർക്കെല്ലാം ഓരോ പേരുണ്ട്. ഇവരെല്ലാം ഓരോ ഭാഷയുണ്ട്. ഓരോന്നിനും ഓരോ വാക്കുകളുണ്ട്. വാക്കുകൾ എന്തെന്ന് പറയണം, മക്ക്, വാട്ട്, കാറ്റ് എല്ലാം ഞാൻ പറയാൻ തുടങ്ങി. എനിക്ക് ജീവിതത്തിൽ ഭയങ്കര സന്തോഷം തരേണ്ടത്. അതുവരെ അജ്ഞാതമായി നിങ്ങളുടെ ലോകത്തേക്ക് ഒരുപാട് ടീച്ചർ എന്നെ കൂട്ടിക്കൊണ്ടു. ഞാൻ അതിൽ തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. 7 വയസ്സായപ്പോഴാണ് എനിക്കിത് തുടങ്ങിയത്. അതുവരെ ഞാൻ തൊട്ടിൽ കിടന്ന ഒരു കുട്ടിയാണ്. എന്നെ ഈ വലിയ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് നയിച്ച ടീച്ചറോടുള്ള വലിയ ബോട്ട് മീ ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ലോങ്ഡ് ഫോർ എ ന്യൂ ലൈഫ്. അതുകൊണ്ട് അന്ന് ഞാൻ പുതിയൊരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. എനിക്ക് ഓരോ ദിവസവും സന്തോഷമായിരുന്നു. ഇത് ഹെലൻ കെല്ലറുടെ ഫോൾ ബുക്കാണ്. ആ ബുക്കിൽ ഏതാനും ഒരു ചാപ്റ്റർ മാത്രമല്ല, ആ ബുക്ക് ഇനിയുണ്ട്. ഇവരുടെ മുഴുത്ത ഒരു ബുക്കാണ് വായിക്കണം. ഹെലൻ കെല്ലറുടെ ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് ഹെലൻ കെല്ലറുടെ ബുക്കിന്റെ പേര്. വലിയൊരു ബുക്കാണ്. അതിനകത്ത് തൻ്റെ ജീവിതത്തിൽ 7 വയസ്സ് മുതൽ ഏതാണ്ട് 1 വയസ്സ് വരെ 8 വയസ്സ് വരെയുള്ള ഒരു വർഷത്തെ കാര്യമാണ്. അവളുടെ മുഴുവൻ അവളവസാനം ഡിഗ്രി യൂണിവേഴ്സിറ്റി പാസ്സായിരുന്നു, എഴുത്തുകാരെല്ലാം ആ പുസ്തകത്തിനകത്ത് സമീപിക്കുക. ഈ പുസ്തകം വായിക്കുക സ്റ്റോറി ഓഫ് മൈ. ഓക്കെ, താങ്ക്സ്.